AK47 പാർട്ട് 2ലേക്ക് പോവാണ്. എന്റെ കൂടെ ഡയറക്ടർ സിദ്ദിഖ് ഉണ്ട്. സർ ഓക്കെ. സിദ്ദിഖിന് ദൈവം തന്ന 2 സിദ്ധികൾ. 1 എന്റെ ക്ഷമ, 2 കഥകൾ ഉണ്ടാക്കാനുള്ള എന്റെ ഒരു സ്കില്ല്. സിദ്ദിഖിന് ദൈവം തരാതെ പോയ 2 സിദ്ധികൾ. 1 വളരെ പെട്ടെന്ന് കഥ ഉണ്ടാക്കാനുള്ള പറ്റുന്നൊരു സിദ്ധി എനിക്ക് തന്നില്ല. ചിലര് ഒറ്റ ആഴ്ച കൊണ്ടൊക്കെ കഥ ഉണ്ടാക്കുന്നത് കാണാം, എനിക്ക് അങ്ങനെ പറ്റില്ല. ആ സിദ്ധി എനിക്ക് തന്നില്ല. ലാലിന് ആ സിദ്ധി ഉണ്ട്, പക്ഷെ എനിക്കതില്ല. ഏത്? ലാല് കുറെ കൂടി അഗ്രസീവാണ്. ലാലിന് റിസ്ക് എടുക്കാനും ഒക്കെ ഉള്ള ഒരു ഇതുണ്ട്. ഞാൻ അങ്ങനെയല്ല. ഞാൻ എപ്പോഴും റിസ്ക് കുറഞ്ഞ ഏരിയകളിലാണ്. സേഫ് ഗെയിമാണ്. സേഫ് ഗെയിം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ്. ഞാൻ വളരെ കോൺഫിഡന്റ് ആകുന്നിടത്താണ് ഞാൻ മൂവ് ചെയ്യുന്നത്. ഡാഷ് ആണ് ഇന്ന് മലയാള സിനിമ കാണുന്ന ഏറ്റവും പ്രോമിസിംഗ് ഡയറക്ടർ. അൻവർ റഷീദാണ് വളരെ പ്രോമിസിംഗ് ആയിട്ട്. അതേപോലെ പലരും ഉണ്ട്. ഡാഷ് ആ പയ്യൻ കൊള്ളാം, ആര്? ആഷിഖ് കപൂർ. ഡാഷ് ആ പെൺകുട്ടി കൊള്ളാം, ആര്? റീമ കല്ലുങ്കൽ. ഒപ്പം എനിക്ക് ഒരുപാട് റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് മമത മോഹൻദാസ്. ലൈഫിൽ ഫൈറ്റ് ചെയ്തിട്ട് അതൊരു രോഗത്തോട് ഫൈറ്റ് ചെയ്ത് എങ്ങനെ സക്സസ് ആകാം, എങ്ങനെയാണ് ജീവിതത്തിലേക്ക് മടങ്ങി, ഒരുപാട് പേർക്ക് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ആ ഒരു ലൈഫ് മമതയുടെ ലൈഫിലുണ്ട്. ആ കുട്ടി എനിക്ക് ഒരുപാട് റെസ്പെക്ട് തോന്നിയിട്ടുണ്ട്. ഡാഷ് ആ സിനിമ കൊള്ളാം. ചട്ടത്തിൻ മറയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ചൂസ് 1 എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. സർ ഞാൻ പറയുന്നതിൽ ചൂസ് ചെയ്താൽ മാത്രം മതി. ആവാൻ ചാൻസ് കിട്ടിയാൽ ആരാവും? ഗാന്ധി, ഗോഡ്സെ? തീർച്ചയായിട്ടും ഗാന്ധി. ആവാൻ ചാൻസ് കിട്ടിയ ആരാവും? ഒരു രാജാവ്, പ്രജ തന്നെയാണ്. എനിക്ക് ആരെയും ഭരിക്കുന്നത് ഇഷ്ടമല്ല, മറ്റുള്ളവരെ അടക്കി ഭരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ആവാൻ ചാൻസ് കിട്ടിയ എന്താവും? ക്യാപ്റ്റൻ, സെയിലർ? ഞാൻ ക്യാപ്റ്റൻ തന്നെയായിരിക്കും. ഭരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അത് ഭരണമല്ല, അവർ നയിക്കലാണ്. ആവാൻ ചാൻസ് കിട്ടിയാൽ എന്താവും? ആനയാവും, ആന പാപ്പാനാവും? ആകാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ ആനപ്പാപ്പാനാകാനാണ് ഞാൻ ശ്രമിക്കുക. കാഴ്ചക്ക് നിന്ന് കൊടുക്കല് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയത്ത് കാഴ്ചക്ക് ആരെങ്കിലും കെട്ടിയൊരുക്കി കൊണ്ടുവരാൻ എനിക്കും താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാനൊരു പാപ്പാനെയാണ് പ്രിഫർ ചെയ്യുക. ഇത് ഡയറക്ടർ സിദ്ദിഖ് വിത്ത് മീ ഓൺ ക്ലബ് FM. സ്റ്റാർ ജാം, ടൺ കണക്കിന് ഫൺ. വെൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇന്ന് എന്റെ കൂടെ ഉള്ളത് മലയാള സിനിമയുടെ ഒരു എൽഡർ ബ്രോ ആണ്. ഹിസ് നെയിം ഇസ് ഡയറക്ടർ സിദ്ദിഖ്. ഹായ് ബ്രോ. ഹായ് ബ്രോ. സാറുടെ സിനിമ വെച്ചാണ് എന്റെ ചോദ്യങ്ങൾ വരാൻ പോണേ. തീർച്ചയായിട്ടും. സിദ്ദിഖിന്റെ ലൈഫിലെ ബോഡി ഗാർഡ് ആര്? എന്റെ ലൈഫിലെ ബോഡി ഗാർഡ് എന്ന് പറയുന്നത് എന്റെ ക്ഷമയാണ്. സിദ്ദിഖ് കണ്ട ഒരു ഹിറ്റ്ലർ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ ചെറുപ്പകാലത്തിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫാദറാണ് ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഹിറ്റ്ലർ. വലിയ മക്കളെ പോലും വരച്ച വരയിൽ നിർത്തുന്ന ഒരു പിതാവായിരുന്നു അദ്ദേഹം. ഞങ്ങൾ അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നത് ഹിറ്റ്ലർ എന്നാണ്. 5 പെൺമക്കൾ ഉണ്ടായിരുന്നോ? 5 പെൺമക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അത് വേറൊരു കഥാപാത്രത്തിൽ നിന്നാണ് കിട്ടിയത്. 500 ആനെ സൃഷ്ടിച്ചതും ഈ ക്യാരക്ടറിൽ നിന്ന് തന്നെയാണ്. 600 ആൻ എന്തുകൊണ്ടിട്ടില്ല? 500 ആൻ എന്ന് ഞാൻ ഇടാനുള്ള കാരണം, കുറേ നേരം സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ശരിയാകുന്നില്ലെങ്കിൽ ഞാൻ വെറുതെ ശബ്ദധാരാവിൽ എടുത്തു വെച്ച് ഇങ്ങനെ മറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ മറിച്ചു നോക്കിയപ്പോൾ അവിചാരിതമായി 500 എന്ന് പറഞ്ഞിട്ടൊരു, അപ്പോൾ എന്താണ് ഈ 500 എന്ന് പറഞ്ഞപ്പോൾ സെയിന്റ് തോമസ് കേരളത്തിൽ വന്നപ്പോൾ ക്രിസ്തുമതം സ്വീകരിച്ച 500 കുടുംബങ്ങളെയാണ് 500 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 500 നിന്നാണ് എനിക്ക് 500 ആൻ എന്ന പ്രയോഗം വന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒന്നും വെറുതെ അല്ല. ഇൻഡസ്ട്രിയിൽ ഒരു ക്രോണിക് ബാച്ചലർ ആസ് ഓഫ് നൗ. ഇടവേള ബാബു. ഏറ്റവും അധികം സാറുടെ ഓടിയ സിനിമ? ഗോഡ് ഫാദർ തന്നെയാണ്. 405 ദിവസം ഓടിയ. ഏറ്റവും കുറവ് ഓടിയ സിനിമ? എനിക്ക് തോന്നുന്നു ബോഡി ഗാർഡ് മലയാളമായിരിക്കും. 50-75 ദിവസമൊക്കെ ഓടിയിട്ടുള്ളൂ. സാറുടെ നടന്നു പോയ സിനിമ, ഓടാതെ നടന്നു പോയ ഏതെങ്കിലും ഒരു സിനിമയുണ്ടോ? ഒരു സിനിമയും ഇല്ല, എല്ലാം ഓടിയത് തന്നെയാണ്. ലൈഫ് മാറ്റി മറിച്ച് ഓർക്കാപ്പുറത്ത് വിളിച്ച് റാംജി റാവു ആരാണ്? ഫാസിൽ സാർ. അദ്ദേഹമാണ് ഓർക്കാപ്പുറത്ത് വിളിച്ചിട്ട് അസിസ്റ്റന്റായി ഞങ്ങൾ എന്റെ കൂടെ നിന്നോളൂ എന്ന് പറഞ്ഞത്. ഇത് ഡയറക്ടർ സിദ്ദിഖ് വിത്ത് മീ ഓൺ ക്ലബ് FM. സ്റ്റാർ ജാം, ടൺ കണക്കിന് ഫൺ. നമസ്കാരം ഷാൻ, ഞാൻ ഡയറക്ടർ സിദ്ദിഖ്, ക്ലബ് FM-ൽ സ്റ്റാർ ജാമിൽ. AK47 ആണ്. പെട്ടെന്ന് ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ആൻസർ. റെഡി? ചൂസ് 1. അച്ഛൻ ഫാസിൽ, മകൻ ഫഹദ് ഫാസിൽ. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഫാസിൽ സാറിനെ, ഞാൻ ഇഷ്ടപ്പെടുന്നു ഫഹദിനെ. അസൻ നയൻതാര. നയൻതാരയിൽ എനിക്ക് റെസ്പെക്ട് തോന്നുന്നത്, നയൻതാര വളരെ ഹെൽപ്പിംഗ് നേച്ചറുള്ള പെൺകുട്ടിയാണ്. ഞങ്ങളുടെ യൂണിറ്റിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ബോഡി ഗാർഡിന്റെ വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. ആ ആക്സിഡന്റ് ആയതിന്റെ പിറ്റേ ദിവസം എന്നെ നയൻതാര വിളിച്ചിട്ട് 1 ലക്ഷം രൂപ എടുത്ത് തന്നിട്ട് ആ യൂണിറ്റിന് കൊടുക്കാൻ പറഞ്ഞു. ഇത് എനിക്കും നയൻതാരയ്ക്കും മാത്രം അറിയാമുള്ളൂ. ഞാനാണ് തന്നതെന്ന് പറയുക പോലും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ യൂണിറ്റിന് 1 ലക്ഷം രൂപ എടുത്ത്. എനിക്കന്ന് അത്ഭുതം തോന്നി. ആ കുട്ടിയോട് ആരും ചോദിച്ചിട്ടല്ല, അങ്ങനെ ഒരു മനസ്സ് നയൻതാരയ്ക്കുണ്ട്. ഞാൻ ആ കാര്യത്തിൽ നയൻതാരയെ റെസ്പെക്ട് ചെയ്യുന്നു. ചൂസ് 1. നയൻതാര, കരീന കപൂർ. ആസ് ആൻ ആക്ട്രസ് കരീന കപൂർ തന്നെയാണ് വളരെ മേളിൽ. ആ കരീന പോലും നയനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. നയന്റെ പടം കണ്ടിട്ട് നയൻ സൂപ്പർബ് എന്ന് പറഞ്ഞു. ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാർ ശരിക്ക് സൂപ്പർ സ്റ്റാർ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. ആ ഒരു സെറ്റിലേക്ക് വരുന്നത് തന്നെ ഒരുപാട് ബോഡി ഗാർഡുകളൊക്കെ ആയിട്ടുണ്ട്. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ അങ്ങനെയല്ല. സാധാരണ നമ്മൾ പേരുകൊണ്ട് അവരെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. സിനിമയ്ക്ക് പുറത്ത് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ 5 ബോഡി
ബോഡി ഗാർഡ് അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയിൽ സൂപ്പർ സ്റ്റാർ. എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ സ്റ്റാർസും അങ്ങനെ. അത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ടോ? അത്ഭുതമല്ല, അവർ കാണും, അവരുടെ അത് ശരിയാണെന്ന് തോന്നും. അല്ലെങ്കിൽ ആരാധകരവരെ പൊതിഞ്ഞവരെ ഒന്ന് വെറുതെ തലോടിയാൽ പോലും അവർക്ക് പരിക്ക് പറ്റും. അത്രയധികം ജനലക്ഷങ്ങളാണ് അവരെ കാണാൻ വേണ്ടി ചുറ്റും കൂടുന്നത്. അപ്പോൾ അവരെ അടുത്തേക്ക് വരുത്താതെ അവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നത് അത് വേണം എന്ന് തന്നെയാണ്. ചൂസ് വൺ, റീമേക്ക് ഓർ സെക്കൻഡ് പാർട്ട്? റീമേക്ക് തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. റീമേക്കിനകത്ത് നമുക്ക് ഒരു ചെറിയ ഓഡിയനാണ് നമ്മുടെ മലയാളത്തിലുള്ളത്. ആ ഓഡിയൻ മാത്രം കണ്ട് ആസ്വദിച്ച സിനിമ വലിയ ഓഡിയന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ റീമേക്കിലൂടെ സാധിക്കും. വസന്തം തേടുവതെന്താണ്? 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോകണം. 10 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും, ട്രൂ ഓർ ഫാൾസ് എന്ന് മാത്രം പറയാം. എല്ലാവരും ഫഹദ് ഫാസിലിനെ വെച്ച് സിനിമ ചെയ്യുന്നു, എനിക്കും ഫഹദ് ഫാസിലിനെ വെച്ച് സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും തൊട്ടിയിൽ കിടക്കുന്ന ഫഹദിനെ മുതൽ എനിക്കറിയാം. ആ ഫഹദിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന നാളെയുടെ സൂപ്പർ സ്റ്റാറാണ് ഫഹദ്. ആ ഫഹദിനെ എന്റെ സിനിമയിൽ അഭിനയിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തന്നെയുണ്ട്. ഫഹദ് ഫാസിലിന് തൊട്ടിയിൽ കിടക്കുന്ന പ്രായം മുതൽ എന്തോ ഒരു കഥയുണ്ടെന്ന് കേട്ടിട്ടുണ്ട് സിദ്ദിഖ് ലാലിന്. ഞങ്ങളൊക്കെ ഫഹദിനെ ഷാനു എന്നാ വിളിക്കുക. വളരെ കുസൃതിയായിരുന്നു, രസികനായിരുന്നു, കുഞ്ഞുനാൾ മുതൽ രസികനായിരുന്നു. പിന്നെ ഷാനുവിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ഡോഗ്സ് ആണ്. കുഞ്ഞുനാളില് ഡോഗ്സിനെ കുറിച്ച് ഭയങ്കര ഒരുപാട് കൺസേൺ. എല്ലാ ഡോഗ്സിനെ കുറിച്ച് അറിയാം, പേരുകൾ അറിയാം, ഒരുപാട് കുസൃതിയുള്ള എന്നാൽ നല്ല സ്നേഹമുള്ള കുഞ്ഞായിരുന്നു ഫഹദ്. ആ സ്നേഹവും ഇന്ന് ആ കുസൃതി മാറിയിട്ട് നടനായി മാറിയിരിക്കുന്നു. പക്ഷെ ആ സ്നേഹം അതേപടി മനസ്സിൽ സൂക്ഷിക്കുന്നയാളാണ് ഫഹദ്. എപ്പോഴും ആ കണ്ണിൽ നമുക്ക് കാണാം, കുഞ്ഞുനാളിൽ കണ്ട ആ സ്നേഹവും ഇഷ്ടവും റെസ്പെക്റ്റും ഒക്കെ ഇന്നും നമ്മൾ കാണുമ്പോൾ ഷാനുവിന്റെ കണ്ണിൽ കാണും. ഒരു മാറ്റവും ഷാനുവിൽ വന്നിട്ടില്ല. അത് തന്നെയാണ് ഷാനുവിന്റെ ഏറ്റവും വലിയ സക്സസ്. ഫാസിലിന്റെ എന്ത് ക്വാളിറ്റിയാണ് ഫഹദിനുണ്ട് എന്ന് തോന്നിയത്? ബുദ്ധി. ഇൻഡസ്ട്രിയിൽ റിയൽ ജെന്റിൽമാൻമാർ കുറവാണ്. ഫാൾസ്. അല്ലാത്തവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഫ്രോഡുകൾ കാലഹരണപ്പെട്ട് കെട്ട് പോകും. നല്ലവർക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. വെരി ട്രൂ സർ. എന്റെ സിനിമയാണ് ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്, മറ്റു ഭാഷകളിലാണെങ്കിലും അല്ലെങ്കിലും. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. അതെന്തുകൊണ്ടാണ്? എന്റെ സിനിമയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഏത് സ്ഥലത്തും ആപ്ലിക്കബിൾ ആണ്. ഏത് ലാംഗ്വേജ്, ഇന്ത്യയിലെ ഏത് ലാംഗ്വേജിൽ കൊണ്ടുപോയാലും വിശ്വസനീയമാണ്. മലയാളി എന്ന് പറഞ്ഞിട്ട് മലയാളിയുടെ മാത്രം ചില പ്രത്യേകതകൾ വെച്ച് സിനിമ ഉണ്ടാക്കുന്നിടത്താണ് നമ്മൾ ലിമിറ്റഡ് ആയി പോകുന്നത്. ഹിന്ദിയിലെ സിനിമ പിടിക്കണമെങ്കിൽ അസലായി ഹിന്ദി അറിയണം. ഫോൾസ്. എനിക്ക് ഹിന്ദി ഇപ്പോഴും അറിയില്ല. തൊടാ മാലും എന്ന് പറയാൻ മാത്രമേ എനിക്ക് ഇന്നും അറിയുള്ളൂ. ഹിന്ദി അറിയില്ലെങ്കിലും ഹിന്ദിയിൽ സിനിമ ഡയറക്ടർ ആവാം അല്ലെ? നമ്മുടെ സ്വന്തം കഥയാണെങ്കിൽ. അല്ലെങ്കിൽ അത് നമ്മൾ ആ കഥയും ഡയലോഗുകളും ഒക്കെ നമ്മൾ മനഃപ്പാടമാക്കേണ്ടി വരും. Well, that's director Siddiq with me on 10 കണക്കിന് ഫൺ.